പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിൽ എത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച വാചകങ്ങൾ ഇന്ത്യക്ക് അഭിമാനമാവുകയാണ്. ഇന്ത്യയുമായി ചേർന്ന് കണ്ട സ്വപ്നങ്ങൾ, സൗഹൃദം, വിശ്വാസം, ഇതിൻ്റെയൊക്കെ കഥകളാണ് അദ്ദേഹത്തെ തന്റെ കുറിപ്പിലൂടെ വാചാലനാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ $7,500 കോടി നിക്ഷേപം, UAEയുടെ സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന നിർലോഭമായ സംഭാവനയ്ക്കുള്ള നന്ദി സൂചകമാണ് എന്നും അദ്ദേഹം കുറിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, എനിക്ക് എൻ്റെ കുടുംബം പോലെയാണ് ഇന്ത്യ. അത് 38 ലക്ഷത്തോളം പ്രവാസി ഇന്ത്യക്കാർ UAEയെ അവരുടെ രണ്ടാം വീടായി കരുതുന്നത് കൊണ്ട് മാത്രമല്ല, രണ്ട് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ തലമുറകളുടെ പാരമ്പര്യമുള്ളത് കൊണ്ടുകൂടിയാണ്. ഇന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും നേതൃത്വത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം വിശാലമായ സൗഹൃദത്തിന്റെ അടിത്തറയിൽ കൂടുതൽ ബലപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ആദ്യമായി ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ മക്തൂം കുടുംബത്തിലെ 4 തലമുറകൾക്ക് ഇന്ത്യയുമായുള്ള അഭേദ്യ ബന്ധത്തിന്റെ ചരിത്രവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഇന്ത്യയുമായി ചേർന്ന് കണ്ട സ്വപ്നങ്ങളുടെ, സൗഹൃദത്തിന്റെ, വിശ്വാസത്തിന്റെ കഥകളാണ് മക്തൂം കുടുംബത്തിന് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. എൻ്റെ കുടുംബത്തിന്റെ 4 തലമുറകളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച രാജ്യമാണ് ഇന്ത്യ. അത്തരം രാജ്യങ്ങൾ വേറെ ഇല്ല എന്നും അദ്ദേഹം കുറിക്കുന്നു. 1 നൂറ്റാണ്ട് മുമ്പ് എൻ്റെ വലിയ മുത്തച്ഛൻ ഷെയ്ഖ് സായിദ് ബിൻ മക്തൂം അൽ മക്തൂം ചികിത്സയ്ക്കായിട്ടാണ് നിരന്തരം ഇന്ത്യയിൽ വന്നിരുന്നത്. ഓരോ യാത്രയിലും അദ്ദേഹത്തിന്റെ സ്വന്തം വീട് പോലെയാണ് ഇന്ത്യ തനിക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. UAEയുടെ രൂപീകരണത്തിന് മുൻപ് തന്നെ ഇന്ത്യൻ വ്യാപാരികൾ ദുബായിയെ ഒരു സുപ്രധാന വ്യാപാര തുറമുഖമായാണ് കണ്ടിരുന്നത്. അവർ സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടുതുണികളും വിൽക്കുക മാത്രമായിരുന്നില്ല, ഈ നഗരവുമായി, ഇവിടുത്തെ ജനങ്ങളുമായി സൗഹൃദത്തിന്റെ ആഴത്തിലുള്ള ബന്ധങ്ങൾ കൂടി സൃഷ്ടിക്കാനാണ് ശ്രദ്ധിച്ചത്. എൻ്റെ മുത്തച്ഛൻ ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂം 1960 ബർദുബായിൽ ഇന്ത്യൻ ബിസിനസ് ലൈസൻസ് എന്ന പേര് പ്രത്യേക ലൈസൻസ് അനുവദിച്ചു. പിന്നീട് ഇന്ത്യൻ സംരംഭകർ ദുബായിയുടെയും UAEയുടെയും വിജയഗാഥകളിൽ അതിപ്രധാനവും അവിഭാജ്യവുമായ ഘടകങ്ങളായി മാറി. ഇന്ത്യയുമായുള്ള ബന്ധം അത് പണ്ട് കാലം മുതലേ ഉള്ളതാണ്. ദുബായിലെ സറൂഖ് അൽ ഹാദിദ് എന്ന മേഖലയിൽ നടത്തിയ ആർക്കിയോളജിക്കൽ പരിശോധനയിൽ 3000 വർഷം പഴക്കമുള്ള ഇന്ത്യൻ മുത്തുകളും മൺപാത്രങ്ങളും കണ്ടെത്തിയതിൽ നിന്ന് തന്നെ ഈ രണ്ട് പ്രദേശങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പഴക്കം മനസ്സിലാക്കാം. ഇന്ത്യയുടെ ആതിഥേയത്തിന്റെ ഊഷ്മളതയും ഇന്ത്യൻ ജനങ്ങളുടെ ഉത്സാഹവും എനിക്ക് സുപരിചിതമായ കാര്യമാണ്. സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ സെപ്പ ഇന്ത്യ UAE വ്യാപാര ബന്ധത്തിന് പുതിയ ഊർജം ആണ്. 2023-24 സാമ്പത്തിക വർഷത്തെ ഉഭയകക്ഷി വ്യാപാരം $8,450 കോടി എത്രയും വേഗം $10,000 കോടി എന്ന നാഴികക്കല്ല് നമ്മൾ പിന്നിടും. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ $7,500 കോടി നിക്ഷേപിക്കാൻ UAE പ്രതിജ്ഞാബദ്ധമാണ്. UAEയുടെ സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന നിർലോഭമായ സംഭാവനയ്ക്കുള്ള നന്ദി സൂചകമാണ് ഈ നിക്ഷേപം. നിർമ്മാണ തൊഴിലാളികൾ മുതൽ വ്യവസായ പ്രമുഖർ വരെ നീളുന്ന ഇന്ത്യൻ പ്രവാസികൾ UAEയുടെ ദേശീയ സമ്പദ്ഘടനയ്ക്ക് നൽകുന്ന സംഭാവനകൾ അതുല്യമാണെന്നും അദ്ദേഹം കുറിക്കുന്നു. പരമ്പരാഗത മേഖലയായ വിനോദസഞ്ചാരം, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക സേവനങ്ങൾ മുതൽ നിർമ്മിത ബുദ്ധി, പുനരുപയോഗ ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, പ്രതിരോധം വരെ നീളുന്നതാണ് ഇന്ത്യയുമായുള്ള സഹകരണം. ഇതിനു പുറമെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററും ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്ററുമായുള്ള തന്ത്രപ്രധാന സഹകരണം ബഹിരാകാശ മേഖലയിൽ രണ്ട് രാജ്യങ്ങൾക്കും പുതിയ കരുത്തായി മാറും. സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയുടെ UPI സേവനങ്ങളുമായുള്ള സഹകരണം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ രണ്ടുപേർക്കും ഇടയിലെ പുതിയ പാലമായി മാറി. ഇന്ത്യയുടെ അഭിമാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IIT ഡൽഹിയും IIM അഹമ്മദാബാദും അവരുടെ രാജ്യാന്തര ക്യാമ്പസുകൾ തുറക്കാൻ UAE തിരഞ്ഞെടുത്തതിലൂടെ ഇത് ആഗോള പ്രതിഭകൾക്ക് UAEയിലേക്ക് കടന്നുവരാനുള്ള പ്രവേശന കവാടമായി മാറി. UAEയുടെ ആദ്യ സ്കൂളിന് നേതൃത്വം നൽകിയത് ഇന്ത്യയിൽ നിന്നുള്ള അധ്യാപകരാണ് എന്നതും അദ്ദേഹം ഓർമ്മിക്കുന്നു. ആദ്യ ആശുപത്രികളിലെ ഡോക്ടർമാരും നഴ്സുമാരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളോടുള്ള ഞങ്ങളുടെ അടുപ്പത്തിന് വൈകാരികതയുമുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ ദൃഢമായ സൗഹൃദം വ്യാപാര സാമ്പത്തിക മേഖലകൾക്ക് അപ്പുറം വിശാലമാണെന്നും അദ്ദേഹം കുറിക്കുന്നു. സാംസ്കാരിക മേഖലയിലും ക്രിക്കറ്റ് ബന്ധത്തിലും വരെ അത് തിളങ്ങി നിൽക്കുന്നു. ICCയുടെ സുപ്രധാന ഹോം ഗ്രൗണ്ട് എന്ന നിലയിൽ ദുബായ് ഇന്ത്യ ബന്ധത്തിൽ ക്രിക്കറ്റിനും സുപ്രധാന പങ്കുണ്ട്. 2047 ഇന്ത്യ ലക്ഷ്യമിടുന്ന വികസിത ഭാരതവും 2071 ഞങ്ങൾ സ്വപ്നം കാണുന്ന UAEയുടെ 100ാം വാർഷികവും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണ്. മഹത്വം പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നല്ല, അത് വെറുതെ ലഭിക്കില്ല. കഠിനാധ്വാനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും പുതിയ ഇന്നോവേഷൻസിലൂടെയും തലമുറകൾ ആർജിച്ചെടുക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങളുടെ രാജ്യവും അതിന്റെ നേതാക്കളും മനസ്സിലാക്കുന്നു. ഒരിക്കൽ ചെറിയ വള്ളങ്ങളിൽ നമ്മൾ ആരംഭിച്ച വ്യാപാരപാത ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ആകാശ നാവിക ഇടനാഴികളായി മാറിക്കഴിഞ്ഞു. ആ പഴയ വള്ളങ്ങളിൽ കച്ചവടം ചെയ്ത യാത്രക്കാരുടെ ആത്മാവിൽ അടിസ്ഥാനമിട്ടതാകണം നമ്മുടെ സഹകരണം. ലോകക്രമത്തിന്റെ മാറ്റങ്ങൾക്കിടയിലും നികുതികൾ കൊണ്ടുള്ള വെല്ലുവിളികൾക്ക് നടുവിലും ഇന്ത്യയുമായുള്ള ബന്ധം അതെപ്പോഴും അടിയുറപ്പുള്ളതായി തുടരും. ഇന്ത്യയുടെ വിപുലമായ വ്യാപാര സാധ്യതകളും വൈഭവശേഷിയും വൈദഗ്ധ്യവും UAEയുടെ കർമ്മശേഷിയും ചടുലതയും കാര്യനിർവഹണത്തിലെ വേഗവും ചേരുമ്പോൾ ഈ ലോകക്രമത്തിൽ ആർക്കാണ് നമ്മെ തടയാനാവുക? ന്യൂസ് ഡെസ്ക് കർമാനസ്.